ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 24 ആണ്. എന്താ? കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് റെഫർ നോട്ടിൽ ഒന്ന് വായിച്ചു നോക്കിയേ. തിങ്ക് അബൌട്ട് എ ഗ്രൂപ്പ് പ്രോജക്ട് അറ്റ് സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാനടാ? ഒരു ഗ്രൂപ്പ് പ്രോജക്ട് നടക്കാൻ പോകും. അതിനെക്കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്യോ? ഓക്കെ. വൺ സ്റ്റുഡന്റ് തോട്ട് ദ പ്രസന്റേഷൻ വാസ് ഡ്യൂ ഓൺ മൺഡേ. എടാ, ഒരാള് ചിന്തിച്ച്, നിങ്ങളൊക്കെ ഇന്ന് ചിന്തിക്കും പോലെ തന്നെ ഇന്ന് പ്രസന്റേഷൻ എപ്പോഴാണ്? മൺഡേ ആണ് ചിന്തിച്ചേ. അനദർ തോട്ട് ഇറ്റ് വാസ് വെനസ്ഡേ. നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഗ്രൂപ്പ് പ്രൊജക്ട് സ്കൂളിൽ നടക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഡേറ്റോ സമയമോ ഡേയ്സോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചില സ്റ്റുഡൻസ് വിചാരിച്ചത് മൺഡേ ആണെന്ന്, അല്ലെ ചില സ്റ്റുഡൻസ് വിചാരിച്ചത് വെനസ്ഡേ ആണെന്ന്. വൺ പേഴ്സൺ ഡിഡ് ദ സ്ലൈഡ്സ് ബട്ട് നോ വൺ പ്രിപ്പയർ ടു സ്പീക്ക്. ഒരാൾ മാത്രം എന്ത് ചെയ്തു? സ്ലൈഡ് എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. പക്ഷെ മറ്റേ ആൾ എന്ത് ചെയ്തിട്ടില്ല? സ്പീക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഓൺ ദി ഡേ ഓഫ് സബ്മിഷൻ ദ ടീം വാസ് കൺഫ്യൂസ്ഡ് ആൻഡ് അൺപ്രിപ്പയർഡ്. എടാ, സബ്മിഷൻ ഡേറ്റ് ആയി, പക്ഷെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്നതാന്നില്ല. സബ്മിഷൻ ഡേറ്റ് വന്നു, പക്ഷെങ്കിൽ ടീമിലല്ല ആരും എന്തല്ല? റെഡി അല്ല, പ്രിപ്പയർഡ് അല്ല, കൺഫ്യൂസ്ഡ് ആണ്. അപ്പോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്? ദിസ് ഈസ് ഡ്യൂ ടു പുവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നതുകൊണ്ടല്ലേ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ബിസിനസ്സിൽ എന്ന് മാത്രമല്ല, നമ്മുടെ ഡേ ഇൻ ലൈഫിൽ അടക്കം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ എവിടെയുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആ പഠിക്കുന്നത്? ബിസിനസ്സിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ. എന്താണ് മക്കളെ കമ്മ്യൂണിക്കേഷൻ? വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ഫാക്ട്സ് ആൻഡ് ഇമോഷൻസ്. എടാ, ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നടാ? ഇൻഫർമേഷൻസും ഐഡിയാസും ഫാക്ട്സും ഒക്കെ കിട്ടുന്നില്ലേ? ഇതെന്താണ്? ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. എടാ, ഞാൻ ഒറ്റക്ക് ഒരാളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ? No. അതായത് ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. അതായത് ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം? എന്താ ചെയ്യാ? ഇൻഫോർമേഷനോ ഐഡിയാസോ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന പേര് പറയുന്നുണ്ടായിരിക്കുക. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ ടു വേ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. രണ്ടാൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുക? ഇൻഫോർമേഷൻസോ ഐഡിയാസോ ഇമോഷൻസ് ഒക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഇറ്റ്സ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചിലരുടെ വിഷമങ്ങളൊക്കെ പറയാറില്ലേ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എടാ, കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ ഉണ്ടാവുക ഒരു ഓർഗനൈസേഷനിൽ? ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഇൻഫർമേഷൻ. എന്താണ് മക്കളെ? ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഇൻഫർമേഷൻ. ഇവിടെ ഞാൻ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഇൻഫർമേഷൻ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ആൻ എംപ്ലോയി ഇമെയിൽസ് their മാനേജ് about a delay in shipment and the manager replies the revised timelines. എടാ, നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തുത എന്ത് ചെയ്തു? ഡിലേ. നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തത്, പർച്ചേസ് ചെയ്തത് നേരം വൈകിയാണ്. ഷിപ്മെന്റ് ഡിലേ ആയി. അത് ഞാൻ എന്ത് ചെയ്തു? മാനേജറിനെ അറിയിച്ചു. ഓക്കെ. ആൻഡ് ദ മാനേജർ റിപ്ലൈ റിവൈസ്ഡ് ആയിരുന്നു. അപ്പൊ എന്നോട് മാനേജർ പറഞ്ഞു, എന്നാൽ നമുക്ക് പ്രൊഡക്ഷൻ പ്ലാന് 2 days കഴിഞ്ഞിട്ടാക്കാം. കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടില്ല? നമുക്ക് കിട്ടിയിട്ടില്ല. അത് ചെറുതായി ഡിലേ ആയി. അപ്പൊ മാനേജർ എനിക്ക് എന്ത് ചെയ്തു? ടൈം ലൈൻ റിവൈസ് ചെയ്ത് തന്നു. ഇതാണ് മക്കളെ ഒന്നാമത്തെ പോയിന്റ്, ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഇൻഫർമേഷൻ അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷന്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യും? ഇൻഫർമേഷൻ ഗിവും ചെയ്യും, അതേപോലെ തന്നെ റിസീവും ചെയ്യും. ഇവിടെ എന്താ ഗിവ് ചെയ്ത്? എംപ്ലോയി ഇമെയിൽ അയച്ചു മാനേജർക്ക്, ഷിപ്മെന്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. അപ്പൊ മാനേജർ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തിട്ടുള്ള ടൈം ലൈൻ ആർക്ക് അയച്ചു കൊടുത്തു? എംപ്ലോയിക്ക് അയച്ചു കൊടുത്തു. ഇനി മക്കളെ അടുത്ത പോയിന്റ് ആണ്, അടുത്ത ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. മക്കളെ, എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ഉള്ള പോയിന്റ് നോക്കിക്കേ. ടീം മെമ്പേഴ്സ് ബ്രെയിൻ സ്റ്റോം സൊല്യൂഷൻ ടു റെഡ്യൂസ് കസ്റ്റമർ കംപ്ലൈന്റ്സ് ഇൻ എ മീറ്റിംഗ് അല്ലെ. നമ്മളൊരു മീറ്റിംഗ് കൂടൂലേ? നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും വെച്ചിട്ട് മീറ്റിംഗ് നടത്തും. മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് കസ്റ്റമറെ കംപ്ലൈന്റ്സ് ഒക്കെ കൂടുകയാണെങ്കിൽ എങ്ങനെ ആ കംപ്ലൈന്റ്സ് കുറയ്ക്കാം അല്ലെ. നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ തന്നെ മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? കസ്റ്റമർ കംപ്ലൈന്റ്സ് കൂടുതലാണോ അല്ലേ എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ ഈ കംപ്ലൈന്റ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ഐഡിയാസ് കൊണ്ടുവരാന്നുള്ള സൊല്യൂഷൻസ് ചിലപ്പോൾ നമ്മൾ മാനേജേഴ്സിനെക്കാട്ടിലും കൂടുതൽ അറിയുന്നുണ്ടായിരിക്കും. ആർക്കായിരിക്കും? നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനായിരിക്കും. അപ്പൊ ഇതുവഴി കമ്മ്യൂണിക്കേഷനിൽ എന്ത് ഇൻക്ലൂഡഡ് ആ മക്കളെ? എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. നമുക്ക് ഐഡിയാസ് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാനായി പറ്റും. മൂന്നാമത്തെ പോയിന്റ് ആണ് മക്കളെ അനൗൺസിങ് പ്ലാൻ. നമ്മൾ പ്ലാൻസ് അനൗൺസ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ വഴിയല്ലേ. യെസ്. എന്താണ്? HR അനൗൺസസ് എ ന്യൂ വർക്ക് ഫ്രം ഹോം പോളിസി വിയ കമ്പനി വൈഡ് ഇമെയിൽ അല്ലെ. നമുക്കൊക്കെ ഇപ്പൊ സൈലത്തിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ. അതായത് വർക്ക് ഫ്രം ഹോം നമ്മുടെ കമ്പനി പുതിയൊരു പോളിസിയിലേക്ക് വരും. ഇവിടെ എല്ലാ ദിവസവും സ്റ്റാഫ്സ് വരണം. അപ്പൊ നമ്മളോട് HR പറയാണ്, പുതിയ പോളിസി വന്നു. എന്ത്?
എംപ്ലോയീസ് മന്ത്ലി ഒരു 2 അല്ലെങ്കിൽ 3 ഡേയ്സ് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാന്നുള്ള ഒരു പോളിസി വരികയാണെങ്കിൽ അത് അനൗൺസിംഗ് പ്ലാൻ അല്ലേ? അത് ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ HR? ഇറ്റ്സ് ഓൾസോ എന്താണ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലേയിങ് ഡൗൺ പ്രൊസീജിയേഴ്സ്. എന്താ മക്കളെ ലേയിങ് ഡൗൺ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. എ സൂപ്പർവൈസർ gives a printed manual detailing safety procedures on the factory floor. ഇതാണ് മക്കളെ ലേയിങ് ഡൗൺ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ മാൾസിലൊക്കെ കയറിയാല് നമ്മൾ ഫയർ വാളിന്റെ ഒക്കെ സാധനം കാണില്ലേ? അപ്പൊ അതിങ്ങനെ യൂസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രിന്റഡ് മാനുവൽ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതും എന്താടാ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ പ്രിന്റഡ് മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, അതും എന്താണ് ലേസ് ഡൗൺ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത പോയിന്റ് എന്താ മക്കളെ നോക്കിക്കേ, കമ്പയറിംഗ് റിസൾട്ട് ടു പ്ലാൻസ് അല്ലെ. ഇവിടെ എന്താ പോയിന്റ് നോക്കിക്കേ, എ സെയിൽസ് മാനേജർ ഷെയർസ് എ ചാർട്ട് കമ്പയറിംഗ് ലാസ്റ്റ് ക്വാർട്ടേഴ്സ് ആക്ച്വൽ സെയിൽസ് വിസസ് ടാർഗറ്റ്. എന്താ നമ്മൾ ഏതൊരു പീരീഡും ഇപ്പൊ അടുത്ത മാസം ഏതപ്പോ എക്സാമ്പിൾ നിങ്ങൾ വിചാരിച്ചാൽ അടുത്ത മാസം ഓഗസ്റ്റ് ആണ്. ഈ ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഗസ്റ്റിലെ സെയിൽസ് എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും അല്ലെ. ഈ ഓഗസ്റ്റിലെ സെയിൽസ് പ്ലാൻ ചെയ്യും. അപ്പൊ ഞാൻ ഓഗസ്റ്റിലെ സെയിൽസ് ഞാൻ പ്ലാൻ ചെയ്തത് എത്ര, ഒരു 250 യൂണിറ്റ്സ് ആണെന്ന് വിചാരിച്ച. ഇതെന്താ മക്കളെ പ്ലാൻഡ് ആട്ടോ. ഞാൻ എന്ത് ചെയ്താണ്, ഇത് നടന്നതാണോ, ഇറ്റ്സ് എ പ്ലാൻ. ഞാൻ പ്ലാൻ ചെയ്ത യൂണിറ്റ്സ് ആണ് എന്ത്, 250 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ. ഓക്കെ, കമ്പാരിറ്റീവ് ടു ഞാൻ ടാർഗറ്റ് ചെയ്തെന്നും പറയാം, പ്ലാൻഡ് ഓർ ടാർഗറ്റ് എന്നും പറയും കേട്ടോ. ആക്ച്വൽ നടന്ന സെയിൽസ് ഓഗസ്റ്റിൽ എത്രയാണെന്നറിയോ? ഓഗസ്റ്റില് ആക്ച്വലി നടന്നത് 215 യൂണിറ്റ്സേ സെൽ ആയിട്ടുള്ളൂ. എത്ര യൂണിറ്റ്സേ സോൾഡ് ആയിട്ടുള്ളൂ? 215 യൂണിറ്റ്സേ സോൾഡ് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ആക്ച്വൽ റിസൾട്ട്, അപ്പൊ ഞാൻ പറയാണ് കമ്പനി മീറ്റിംഗിൽ ഓഗസ്റ്റിൽ നമ്മൾ 250 യൂണിറ്റ്സ് പ്ലാൻ ചെയ്തു, പക്ഷെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറഞ്ഞത് കാരണം ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് നിന്ന് സ്വിച്ച് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇൻഫോർമേഷൻ അല്ലേ അത്. അപ്പൊ ആക്ച്വലും റിസൾട്ടും അതേപോലെ തന്നെ ടാർഗറ്റ് റിസൾട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പൊ ഒരു കമ്പയറിംഗ് റിസൾട്ട് പ്ലാൻസ്, അതായത് ഇവിടെയുള്ള റിസൾട്ട് ഏത്, ആക്ച്വൽ റിസൾട്ട്. ഈ ആക്ച്വലും പ്ലാൻ ചെയ്തതും കമ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പിന്നെ അടുത്ത എന്താ മക്കളെ, യൂസ് ഓഫ് മാനുവൽസ്, ചാർട്ട്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ എന്തിൽ വരും, കമ്മ്യൂണിക്കേഷനിൽ വരും. നോക്കിക്കേ, യൂസ് ഓഫ് manual charts, job description. New hires receive a handbook with their job description and company hierarchy chart. Oh, sorry. എടാ, സൈലത്തിലൊക്കെ ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ചാർട്ട്, ഇവരുടെ സെയിൽസ് റവന്യൂ എങ്ങനെയാണ്, ഇവരുടെ ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ചാർട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഈ കമ്പനിയിൽ ഇന്ന തരത്തിലെ പഠിപ്പിക്കണം, ഇന്ന പ്രൊസീജിയേഴ്സ് കൊണ്ടുവരണം, ഇത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, ഇത്ര ഹവേഴ്സ് മിനിമം ലെക്ചേഴ്സ് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് ഒക്കെ ഇവർ തരികയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ്സ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എടാ, കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പോർഷനിലേക്ക് പോയെ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇടാ 2 ടൈപ്സ് ഉള്ളത്. എത്ര ടൈപ്സ് ഉള്ളത് എടാ? 2 ടൈപ്സ്. ഒന്നാമത്തെ ടൈപ്പ് ഏതാ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തേതോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് റെഫർ നോട്ടിൽ പോയാലോ? ഓക്കെ, എന്താ മക്കളെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആൻഡ് ഫോളോസ് ദ ചെയിൻ ഓഫ് കമാൻഡ്. നമ്മൾ ചെയിൻ ഓഫ് കമാൻഡ് പഠിച്ചിട്ടുണ്ട്. ഇന്ന ആൾ കൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകണം. കറക്റ്റ് ഒരു വേ ഉണ്ടാവും അല്ലെ സംസാരിക്കാനായിട്ട്. എനിക്ക് എന്റെ ലീവ് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു അതോറിറ്റി ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, മാനേജർ. ഞാൻ അദ്ദേഹത്തിനോട് പറയണം, അദ്ദേഹം അപ്രൂവ് ചെയ്തു. അതാണ് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, ഫോളോസ് ഒഫീഷ്യൽ സ്ട്രക്ചർ. എന്താണ്, അതിവിടെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും ആൾക്കാർ എന്ത് ചെയ്തിരിക്കുക, ബിഹേവ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഹാപ്പൻസ് ത്രൂ കാഷ്വൽ മീൻസ്. നമ്മളിപ്പോ ലഞ്ച് ബ്രേക്കിന്റെ ഇടയിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല അല്ലാത്ത കാര്യം. അതെന്താണ്, ഇറ്റ്സ് കോൾഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഓക്കെ, അതിന് അതോറിറ്റി ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്യും, PSC ഉള്ള ആളോട് ബന്ധം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി നമുക്ക് മക്കളെ പഠിക്കാനുള്ളത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിലുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഓക്കെ, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുള്ളത്. അപ്പൊ അത് ഞാൻ റെഫർ നോട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം മറ്റേ നോട്ടിലുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. എന്താ മക്കളെ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ 2 കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും. എന്താ മക്കളെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ, സബോർഡിനേറ്റ് സബ്മിറ്റ് എ മന്ത്ലി റിപ്പോർട്ട് ടു ദ മാനേജർ. എടാ,
അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സബോർഡിനേറ്റ് എംപ്ലോയി ആയിട്ടുള്ള ആൾക്കാർ മുകളിലുള്ള ഒരാൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അതാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുകളിലുള്ള ആളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതെന്താ മക്കളെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിലെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി എന്താ മക്കളെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ? ഇവിടെ നോക്കിക്കേ, സിഇഒ ഏറ്റവും മുകളിലുള്ള ആൾ ഡൗണിലേക്ക് എന്ത് ചെയ്യുക, മെയിൽ അയക്കുക. സെൻഡ് ആൻ ഒഫീഷ്യൽ മെമ്മോ ഔട്ട്ലൈൻ ന്യൂ വിഷൻ ഫോർ ദ കമ്പനി. അതായത് കമ്പനിക്ക് പുതിയ വിഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് വെച്ചാൽ കമ്പനിയുടെ പുതിയ ഗോൾ എന്ത് ചെയ്യാണ് നമ്മൾ എല്ലാ സബോർഡിനേറ്റ്സിന്റെ കയ്യിലേക്കും ഇമെയിൽ ആയി അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് കമ്മ്യൂണിക്കേഷൻ മക്കളെ? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ എത്ര കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചു? രണ്ടെണ്ണം. ഏതൊക്കെ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരു സബോർഡിനേറ്റ് മന്ത്ലി റിപ്പോർട്ട് ഒരു മാനേജർക്ക്, അതായത് താഴെയുള്ള ആൾ എന്ത് ചെയ്യുക, മുകളിലുള്ള ആൾക്ക് റിപ്പോർട്ട് അയക്കുക അല്ലെങ്കിൽ മുകളിലുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എന്താ? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഹയർ പൊസിഷനിലുള്ള ആള് സബോർഡിനേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത മക്കൾ നോക്കിക്കേ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. നോക്കട്ടെ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നോക്കിക്കേ, ടു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് കോർഡിനേറ്റ് ഓൺ എ ജോയിന്റ് മാർക്കറ്റ് ക്യാമ്പയിൻ. അതായത് ബിറ്റ്വീൻ പീപ്പിൾ അറ്റ് സെയിം ലെവൽ. എടാ, ഞാൻ ഇവിടെയുള്ള ACCA ഫാക്കൽറ്റീസുമായിട്ട് ഞാൻ സംസാരിക്കാം. ACCAയിലുള്ള ഒരു ഫാക്കൽറ്റി വിശാൽ സാറുമായിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. അതായത് സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ സെയിം ലെവലിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവർക്കിടയിൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്ത് പേര് പറയും മക്കളെ? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പേര് പറയും. ഇവിടെ നോക്കിക്കേ, ടു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, അതായത് ഒരേ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ എക്സാമ്പിൾ ഫോർ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇനി എന്താ മക്കളെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ? ഇവിടെ നോക്കിക്കേ, അക്രോസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ലെവൽസ് ഓൾസോ ഇൻക്ലൂഡ്സ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നോക്കിക്കേ, എ ജൂനിയർ IT സപ്പോർട്ട് സ്റ്റാഫ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് സീനിയർ ഫിനാൻസ് ഓഫീസർ അബൌട്ട് സോഫ്റ്റ്വെയർ ബില്ലിംഗ്. എടാ, നമ്മുടെ കമ്പനിയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. ആ സോഫ്റ്റ്വെയറിന്റെ ബില്ലിംഗ് ആരാ ചെയ്യാം? IT ഡിപ്പാർട്ട്മെന്റിൽ ആളായിരിക്കും, ഫിനാൻസിലുള്ള ആളായിരിക്കും അല്ലെ? ഈ IT ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫ് എന്ത് ചെയ്യാണ് മക്കളെ? സോഫ്റ്റ്വെയറിന്റെ ബില്ല് ചെയ്യാൻ വേണ്ടി, പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഫിനാൻസ് ഓഫീസർ. ഇവര് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരല്ല, അക്രോസ് ദ ഡിപ്പാർട്ട്മെന്റാ. അങ്ങനെ അവർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്താ? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പേര് പറയാം. ഓക്കെ, ഇനി മക്കളെ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ രണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻഫ്ലോസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഔട്ട്ഫ്ലോസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താ മക്കളെ ഇൻഫ്ലോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ? നോക്കിക്കേ, എ ബിസിനസ് കളക്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് ത്രൂ ഓൺലൈൻ സർവീസ്. ഇതെന്താ? ഇൻഫ്ലോസ് ആണ്. ഇതെന്താ? ഇൻഫ്ലോസ് ആണ്. അടുത്ത നോക്കിക്കേ, ഇൻഫ്ലോസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദ മാർക്കറ്റിംഗ് ടീം ലോഞ്ചസ് എ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ടു പ്രൊമോട്ട് എ ന്യൂ പ്രൊഡക്റ്റ്. അതായത് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്തു? ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അത് എന്ത് ചെയ്യാൻ, ക്ലിക്ക് ആവാൻ വേണ്ടി നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയാൽ അതെന്താ? നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലോട്ട് എന്ത് ചെയ്യാണ്? ഇൻഫോം ചെയ്യുക, മാർക്കറ്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പേരെന്താ? ഔട്ട്ഫ്ലോ കമ്മ്യൂണിക്കേഷൻ എന്നും. ഇൻഫ്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ബിസിനസ് കളക്ട് ചെയ്യാണ്, അവിടെ മാർക്കറ്റിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് എക്സാമ്പിൾ ആണ് മക്കളെ? ഇൻഫ്ലോ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്കിക്കേ, ഇൻഫ്ലോസിൽ നോക്കിക്കേ, മാർക്കറ്റ് റിസർച്ച് നടത്തും നമ്മള്, പിന്നെന്താ റെസ്പോൺസ് നോക്കും അല്ലെ, ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലോസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഭാഗമാണ്. അടുത്ത നോക്കിക്കേ മക്കളെ, ഔട്ട്ഫ്ലോസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷന്. അതൊക്കെ എന്ത്? ഔട്ട്ഫ്ലോ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു പ്രൊഡക്റ്റിന് നമ്മൾ മാർക്കറ്റിലോട്ട് പരിചയപ്പെടുത്തല്ലേ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ. ഇറ്റ്സ് ഓൾ കോൾഡ് എ പാർട്ട് ഓഫ് ഔട്ട്ഫ്ലോ കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ഏത് കഴിഞ്ഞു മക്കളെ? ഫോർമൽ കമ്മ്യൂണിക്കേഷനിലുള്ള കുറെ കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞു. ഏതൊക്കെ? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൂലേ, എന്താ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ? കാഷ്വൽ ആൻഡ് സ്പോണ്ടേനിയസ്, നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ഹൈറാർക്കി. എടാ, ഞാൻ ഇവിടുന്ന് PSCയിലുള്ള ആളുമായിട്ട് സംസാരിക്കുക, ലൈക് അതെന്താ? ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ലൈക് ഇൻഫോർമൽ ആയിട്ട് ഞങ്ങളിപ്പോ നേരത്തെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഞാൻ ഡയറക്ടർ, അദ്ദേഹം മാനേജർ, ഞങ്ങൾ അങ്ങനെ സംസാരിക്കാൻ സ്ട്രക്ചേർഡ് ആണോ? നോ, എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ എന്താ പേര് പറയാ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എടാ, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? മൂവ്സ് ഫ്രീലി, ക്യാൻ സ്കിപ്പ് അതോറിറ്റി ലെവൽ, മീറ്റ് സോഷ്യൽ നീഡ്സ്. നോക്കിക്കേ, മൂവ് ഫ്രീലി. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, ആൻ ഇന്റേൺ കാഷ്വലി അപ്ഡേറ്റ് ദ ടീം ലീഡ് അബൌട്ട് എ സിസ്റ്റം എറർ വൈ പാസിംഗ് ഇൻ ദ ഹാൾവേ. അതായത് ഹാളിലൂടെ ഞാൻ നടക്കട്ടെ, കാഷ്വലായിട്ട് നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ ഇരിക്കുമ്പോൾ ഒരു ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? പറഞ്ഞു, എന്ത്? ഇന്ന സ്ഥലത്ത് ഒരു എറർ വരുന്നുണ്ട് സിസ്റ്റത്തിൽ, ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ. അതെന്താടാ?
ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? യെസ്, ഹാൾവേയിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തു അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാ പറഞ്ഞത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പിന്നെന്താ മക്കളെ, സ്കിപ്പ് അതോറിറ്റി ലെവൽ. എടാ, നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കറക്റ്റ് അതോറിറ്റി ലെവലാണ്. ഞാൻ ഇന്ന കാര്യം മാനേജറോട് പറയണം, മാനേജർ അതിന്റെ മേത്തുള്ള ബ്രാഞ്ച് മാനേജറോട് പറയണം എന്നിങ്ങനെ പ്രോസസ് ഉണ്ടാവും. ബട്ട് ഇൻഫോർമലിൽ ഉണ്ടോ? ഇല്ല. സ്കിപ്പ് അതോറിറ്റി ലെവൽ. എ ജൂനിയർ എംപ്ലോയി ഡയറക്ട്ലി ഡിസ്കസ് ആൻ ഐഡിയ വിത്ത് ദ മാനേജിംഗ് ഡയറക്ടർ ഡ്യൂറിംഗ് എ കമ്പനി റൊട്ടേഷൻ. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ കമ്പനിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ മക്കളെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഒരു ജൂനിയർ എംപ്ലോയി ആണെങ്കിൽ എനിക്ക് നേരെ MD ആയിട്ട് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ അറിയില്ലേ, ഏറ്റവും മുകളിലുള്ള ആളായിട്ട് എന്റെ ഐഡിയാസ് പറയാൻ പറ്റും അല്ലെ. അവിടെ എന്തുണ്ടാവില്ല, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് കാഷ്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് സോഷ്യൽ നീഡ്സ്. എന്താടാ, കൊളീഗ് ഷെയർ ബർത്ത്ഡേ വിഷസ് ഇൻ ഗ്രൂപ്പ് ചാറ്റ്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഫേമിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വിഷ് ചെയ്യും. അതൊക്കെ എന്താ മക്കളെ, ആസ് പാർട്ട് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണ്. ഇനി മക്കളെ, നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഗ്രേപ്പ് വൈൻ എഫക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കാം, ബാ. ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ദാറ്റ് സ്പ്രെഡ് മെസ്സേജസ് ക്വിക്കലി ഓഫൺ വിതൗട്ട് ഒഫീഷ്യൽ ഇൻഫർമേഷൻ. എടാ, നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ അത് വേഗം പാട്ടാക്കൂലേ ബാക്കിയുള്ളവരുമായിട്ട്. അതാണ് ഇവിടെ പോയിന്റ് പറഞ്ഞത്. എന്ത്? അതായത് ഒഫീഷ്യലി ആവുന്നതിന് മുൻപ്, ഒഫീഷ്യൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുന്നേ തന്നെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ്, മെസ്സേജസ് ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഏത് കമ്മ്യൂണിക്കേഷനിൽ കൂടുതലാണ്? ഒരു ഇൻഫോർമൽ നെറ്റ്വർക്കിൽ കൂടുതലാണ്. നോക്കിക്കേ, ഇൻഫോർമൽ നെറ്റ്വർക്ക്സിന്റെ പ്രശ്നങ്ങൾ നോക്കാം. സ്പ്രെഡ് റൂമേഴ്സ്, അതായത് എംപ്ലോയീസ് വിസ്പർ ദാറ്റ് ദ കമ്പനി മേ ബി ലേയിങ് ഓഫ് സ്റ്റാഫ് ഓൾദോ നോ ഫോർമൽ നോട്ടീസ് ഹാവ് ബീൻ ഗിവൺ. എടാ, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പോലും റൂമേഴ്സ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ബിസിനസ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് സംഭവം നടന്നിട്ട് പോലും ഉണ്ടാവില്ല, ബട്ട് അത് നടന്നതായിട്ട് എന്ത് ചെയ്യും, റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാറില്ലേ നമ്മളൊക്കെ. പിന്നെ ഗോസിപ്പ്. ഗോസിപ്പ് എന്ന് വെച്ചാൽ എന്താ? സംവൺ ടോക്സ് അബൌട്ട് ദ ക്വാളിറ്റി ഗെറ്റിംഗ് എ പ്രൊമോഷൻ വിച്ച് മേ ഓർ മേ നോട്ട് ബി ട്രൂ. അതായത് ഗോസിപ്പ് വെറുതെ പറയാം, അവന് പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, എല്ലാവനും വലിയ സംഭവമാണ്, അവനാണ് മാനേജറിനോട്. അതൊക്കെ നമ്മൾ ഗോസിപ്പായി പറയാല്ലേ. അതൊക്കെ ഏത് പാർട്ടിന്റെ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഡീമെറിറ്റ്സ് ആണ്. പിന്നെന്താ മക്കളെ, ബൂസ്റ്റ് മൊറൈൽ ആൻഡ് ഡാമേജ് റിലേഷൻഷിപ്സ്. അത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. നോക്കിയേ, പ്രൈസിങ് എ കൊളീഗ്സ് ബിഹൈൻഡ് ദെയർ ബാക്ക് ആൻഡ് ബൂസ്റ്റ് ദെയർ റെപ്യൂട്ടേഷൻ, സ്പ്രെഡിങ് നെഗറ്റീവ് ഗോസിപ്പ്. അതായത് അവരുടെ റെപ്യൂട്ടേഷൻ ഒക്കെ പോക്കാനായിട്ട് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് ആയിട്ടുള്ള ഗോസിപ്പ് എന്ത് ചെയ്യും, ഗോസിപ്സ് എന്ത് ചെയ്യും, പറയും. അതാണ്. അപ്പൊ എന്ത് ചെയ്യും, റിലേഷൻഷിപ്സ് ഡാമേജ് വരുന്നതായിരിക്കും. പിന്നെ മക്കളെ നോക്കിയേ, സ്പ്രെഡ് ഫാസ്റ്റ് ഡ്യൂറിംഗ് അൺസർട്ടൈനിറ്റി. ഡ്യൂറിംഗ് എ കമ്പനി ടേക്ക് ഓവർ എംപ്ലോയീസ് റാപ്പിഡ്ലി എക്സ്ചേഞ്ച് മെസ്സേജസ് സ്പെക്കുലേറ്റിംഗ് അബൌട്ട് ചേഞ്ചസ്. അതായത് ടേക്ക് ഓവർ നടത്തുകയെന്ന് വെച്ചാൽ അതൊരു കമ്പനി വേറൊരു കമ്പനീനെ വാങ്ങാന്ന് വെച്ചാൽ അപ്പൊ എംപ്ലോയീസ് വെറുതെ അങ്ങോട്ട് എന്ത് ചെയ്യും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഡാറ്റ സ്പ്രെഡ് ചെയ്യാൻ എളുപ്പം എന്തിലാ മക്കളെ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ്. നിങ്ങളോട് ഞാനിപ്പോ ഒരു സ്വകാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതെല്ലാവരോടും പോയി പറയില്ലേ? കാരണം എന്താ, അവിടെ അവിടെ സ്ട്രക്ചേർഡ് ഇല്ല, ചെയിൻ ഓഫ് കമാൻഡ് ഇല്ല, നിങ്ങൾ എല്ലാവരോടും അങ്ങനെ പറഞ്ഞു നടക്കും. അപ്പൊ സ്പ്രെഡ് ഫാസ്റ്റ് ഡ്യൂറിങ്, അതായത് അൺസർട്ടനിറ്റിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു റൂമേഴ്സ് എന്തായും പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, സ്പ്രെഡ്. നമുക്ക് റൂമേഴ്സിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ചെറിയൊരു കാര്യം അതിൽ നടന്നു കഴിഞ്ഞാൽ തന്നെ അത് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ലാതൊക്കെ ഷെയർ ചെയ്ത് നമ്മൾക്ക് ചെയ്യുന്നാല്, അപ്പൊ ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യം കൂടി ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത മക്കളെ നോക്കിക്കേ, used strategically by managers. നോക്കിക്കേ, a manager hints about restructuring through informal conversation before the official memo is released, helping staff mentally prepare. ചില സമയത്ത് ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആരെന്നെ ഉപയോഗിക്കടാ? മാനേജേഴ്സ് തന്നെ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതായത് നമ്മളെ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരികയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ന മാനേജർ ഒരു എംപ്ലോയിനെ വിളിച്ച് പറയും, ആ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയും. ഈ എംപ്ലോയി എന്ത് ചെയ്യും, എല്ലാവരോടും പോയി പറയും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, മെന്റലി പ്രിപ്പയർഡ് ആവും. എന്റെ എംപ്ലോയീസ് എന്ത് ചെയ്യും, മെന്റലി പ്രിപ്പയർഡ് ആവും. അങ്ങനെ ഒരു പുതിയ പോളിസി വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആര് ഉപയോഗിക്കാറുണ്ട്? സ്ട്രാറ്റജിക്കലി മാനേജേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എടാ, ഇത് ഓക്കെ അല്ലേ? ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ജൂലി ഓൺ ഓഫീസ് ജൂനിയർ ആട്ടോ ഈസ് ആസ്ക്ഡ് ടു സെൻഡ് എ മെസ്സേജ് ടു എ ഹെഡ് ഓഫ് അനദർ ഡിപ്പാർട്ട്മെന്റ്. വാട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദിസ്? മക്കളെ, ഇത് ഏത് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്? ജൂറി ഒരു ഓഫീസ് ജൂനിയർ ആട്ടോ, അവളോട് പറഞ്ഞു ഒരു മെസ്സേജ് ആർക്ക് അയക്കാൻ? ഹെഡ് ഓഫ് അനദർ ഡിപ്പാർട്ട്മെന്റ്, വേറെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരെ പറയുന്ന പേരെന്താ? ഡയഗണൽ എന്നല്ല നമ്മൾ പഠിച്ചത്. അക്രോസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ലെവൽസിൽ സംസാരിക്കുക അല്ലെങ്കിൽ മെയിൽ അയക്കാൻ പറയുമ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തിന്റെ കമ്മ്യൂണിക്കേഷൻ? ഇറ്റ്സ് എ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. എടാ, ഇന്നത്തെ വീഡിയോ ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യാണ്,